നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് ഏവർക്കും സ്വാഗതം. ഗർഭിണികളിലെ പ്രമേഹം എങ്ങനെ നിയന്ത്രിക്കാമെന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് പത്തനംതിട്ട അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ പി.കെ. ഷീബയാണ്. ഡോക്ടർ നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. പ്രേക്ഷകർക്കും ഈ വിഷയത്തിൽ സംശയങ്ങളുമായി ഹലോ ഡോക്ടറിലേക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. ഡോക്ടർ, പ്രമേഹ രോഗം എന്ന് പറയുന്നത് പൊതുവെ ഏവർക്കും ഒരു പ്രത്യേകതയുള്ള, ഏവർക്കും ടെൻഷനുള്ള ഒരു വിഷയം തന്നെയാണ്. പ്രത്യേകിച്ചും അത് സ്ത്രീകളിൽ വരുമ്പോൾ കുറച്ചുകൂടി ഗൗരവം വരാവുന്നു. പ്രമേഹ രോഗമുള്ള സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊന്ന് വിശദമാക്കാമോ? നമ്മൾ പ്രമേഹ രോഗം പ്രഗ്നൻസിയിൽ വരുന്ന പ്രമേഹ രോഗമുള്ള സ്ത്രീകൾ ശരിക്കും പറഞ്ഞാൽ അവർ പല കാര്യങ്ങളിലും ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യമായിട്ട് അവർ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവരുടെ ആഹാര രീതിയാണ്. ആഹാര രീതി എന്ന് പറഞ്ഞാൽ അവർ കൂടുതലും കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക, അതായത് അന്നജം അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. അവർ കൂടുതൽ ലീഫി വെജിറ്റബിൾസ് കഴിക്കുന്നത് നല്ലത്. ബേക്കറി ഐറ്റംസ്, ഓയിലി ഫുഡ്സ് എല്ലാം കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അവർ അതുപോലെ തന്നെ അവരുടെ എക്സസൈസ്, വ്യായാമം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പ്രമേഹ രോഗികളിൽ. അതായത് ഒരു മിനിമം 30 മിനിറ്റ് നടക്കുന്നതും പ്രമേഹ രോഗികളിൽ നല്ലതായിരിക്കും. ഡോക്ടർ, ഗർഭകാലത്ത് പ്രമേഹ രോഗം വരാനുള്ള സാധ്യതയെക്കുറിച്ച് കൂടി ഒന്ന് വിശദമാക്കാമോ? അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ? നമ്മൾ പറയുമ്പോൾ ഇന്ത്യ തന്നെ ഒരു ഡയബറ്റിക് ക്യാപിറ്റൽ എന്ന് തന്നെ നമുക്ക് പറയാം. അതായത് ഇന്ത്യയിൽ ഒരു 43 മില്യൺ പ്രമേഹ രോഗികളാണ് ഉള്ളത്. അപ്പൊ ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗർഭിണികളെ ഭയങ്കരമായിട്ട് സ്ക്രീൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. യൂണിവേഴ്സലി ശരിക്കും പറഞ്ഞെങ്കിൽ വേൾഡിൽ എല്ലാ പ്രഗ്നൻസിനെയും സ്ക്രീൻ ചെയ്യാറില്ല. പക്ഷെ ഇന്ത്യയിൽ നമ്മൾ യൂണിവേഴ്സൽ സ്ക്രീനിങ് പ്രോഗ്രാം തന്നെയുണ്ട്. ഗർഭിണികൾ വരുമ്പോൾ നമ്മൾക്ക് അവർക്ക് പ്രമേഹം ഉണ്ടോ എന്നറിയാനുള്ള ഗ്ലൂക്കോസ് ചലഞ്ച് ടെസ്റ്റ് അതെല്ലാം ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഒരു 5 to 18 റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള, അതായത് ഒരു 20 to 40 ഇയേഴ്സിലുള്ളവരിൽ ഒരു 5 to 18% ചാൻസ് ആണ് പ്രമേഹ രോഗം വരാനുള്ളത്. ഡോക്ടർ, ഈ ഒരു സാധ്യത ഡോക്ടർ പറഞ്ഞല്ലോ, ഇത്രയധികം ചാൻസ് ഉണ്ടെന്ന്. അതൊന്ന് കുറയ്ക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രമേഹം ഗർഭകാലത്ത് ഉണ്ടാവാതിരിക്കാൻ നമുക്ക് ആദ്യഘട്ടത്തിൽ തന്നെ മുൻകരുതലുകൾ എടുക്കുവാൻ സാധിക്കുമോ? ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള മുൻകരുതലുകൾ നമുക്ക് സാധ്യമാണ്? ശരിക്കും സാധിക്കും. നമ്മൾ ഗർഭം പ്രമേഹ രോഗികള് ഗർഭം പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവര് നമ്മളുടെ ഡയറ്ററി ഹാബിറ്റ്സ്, അതായത് അന്നജം അടങ്ങിയ പദാർത്ഥങ്ങൾ കുറയ്ക്കുക, ഓയിലി ഫുഡ്സ് കുറയ്ക്കുക, ഞാൻ പറഞ്ഞതുപോലെ ഇതെല്ലാം അവർ ചെയ്യേണ്ടതാണ്. എക്സസൈസ് ചെയ്യേണ്ട കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഷുഗർ ഒരു കൺട്രോളിൽ തന്നെ കൊണ്ട് നിർത്തണം. അതായത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത് 90ൽ താഴെയും, ഫുഡ് കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞുള്ള ഷുഗർ 120ൽ താഴെയും അവർ നിയന്ത്രിച്ച് നിർത്തേണ്ടതാണ്. പിന്നെ നമ്മളുടെ ബ്ലഡില്, അതായത് ഒരു 3 months മുന്നേ നമുക്ക് എത്രമാത്രം ഷുഗർ ഉണ്ട് എന്നറിയാവുന്ന ഒരു ടെസ്റ്റാണ് HbA1c എന്ന് പറയും. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗ്ലൈക്കോസിലേറ്റഡ് ഹിമോഗ്ലോബിൻ ആണ് നോക്കുന്നത്. ഗർഭം പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ HbA1c 5.7ൽ താഴെ തന്നെ നിർത്തുന്നതായിരിക്കും ശരിക്കും പറഞ്ഞാൽ നല്ലത്. പിന്നെ അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അവരിപ്പം ഈ പ്രമേഹത്തിന്റെ കൂടെ നേരത്തെ തന്നെ കുറച്ച് BP ഒക്കെ ഉണ്ടെങ്കിൽ ചില BPയുടെ മെഡിസിൻസ് നമുക്ക് പ്രഗ്നൻസിയിൽ തരാൻ പാടില്ലാത്തതുണ്ട്. അപ്പൊ ആ മെഡിസിൻസ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് മാറ്റുക, ഓയിലി ഫുഡ്സ് കുറയ്ക്കുക, ഇതൊക്കെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് വേറൊരു കാര്യം ചെയ്യാവുന്ന, ചില രോഗികൾ പ്രമേഹത്തിന് പ്രോണാണ്, അതായത് പ്രഗ്നൻസിയിൽ ഡയബറ്റിസ് വരാൻ ചാൻസ് ഉള്ള രോഗികളുണ്ട്. അങ്ങനെയുള്ള രോഗികളിൽ ശരിക്കും പറഞ്ഞാൽ ആ രോഗികൾ ഇന്ത്യൻ ഒറിജിൻ തന്നെയാണ്, അതായത് അവരുടെ എത്തിനിസിറ്റി, ഇന്ത്യൻ ഒറിജിൻ, ഇതൊക്കെ തന്നെ ഒരു വലിയ കാര്യം തന്നെയാണ്. പിന്നെ അവർക്ക് PCOS ഉണ്ടെങ്കിൽ, അവരുടെ ഫാമിലി ഹിസ്റ്ററിയിൽ ഡയബറ്റിസ് ഉണ്ടെങ്കിൽ, പിന്നെ അവർ ഒബീസിറ്റി ആണെങ്കിൽ, അതായത് മെയിൻ പ്രോബ്ലം ഒബീസിറ്റി ആണെങ്കിൽ, ഇതൊക്കെ ആണെങ്കിൽ തന്നെ പ്രമേഹം വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള രോഗികൾ ശരിക്കും പറഞ്ഞാൽ ഗർഭിണി ആയിരിക്കുന്നതിന് മുമ്പ് തന്നെ കൺട്രോൾ ചെയ്തിട്ട് പ്രഗ്നൻസി ആകുന്നതായിരിക്കും നല്ലത്. അതായത് ഒരു പ്ലാൻ പ്രഗ്നൻസി ആയിരിക്കും ഇവരിൽ നല്ലത്. ഒരു ആക്സിഡന്റൽ പ്രഗ്നൻസി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഡോക്ടർ, ഇത്തരത്തിൽ ഗർഭമുള്ള സ്ത്രീകൾക്ക് അവർക്ക് ഈ ഒരു ഗർഭകാലത്ത് പ്രമേഹമുണ്ടോ എന്ന് അറിയാനുള്ള ഒരു PPBS ടെസ്റ്റിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ടെസ്റ്റ് എടുക്കുന്ന രീതി ഒന്ന് വിശദമാക്കാമോ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് വിസിറ്റിൽ നമ്മുടെ അടുത്ത് ഒരു രോഗി വരികയാണെങ്കിൽ
ആദ്യത്തെ വിസിറ്റിൽ തന്നെ ഇന്നത്തെ കാലത്ത് നമ്മൾ ഡയബറ്റിസ് ഉണ്ടോ എന്ന് സ്ക്രീൻ ചെയ്യണം. അതായത് നമ്മൾ അവരുടെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്ന അവരുടെ HbA1c ആണ്. HbA1c ടെസ്റ്റ് ആണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രഗ്നൻസി പേഷ്യൻസിന്റെ HbA1c 5.7 താഴെ നിർത്തുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ അവരുടെ സ്ക്രീനിങ് ടെസ്റ്റുകൾ പറയുമ്പോൾ മെയിൻ ആയിട്ട് സ്ക്രീനിങ് ടെസ്റ്റ് GCT എന്ന് പറയും, ഗ്ലൂക്കോസ് ചാലഞ്ച് ടെസ്റ്റ് എന്ന് പറയും. അതായത് ഇവർക്ക് നമ്മളൊരു 75 ഗ്രാം ഗ്ലൂക്കോസ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് 2 അവർ കഴിഞ്ഞിട്ട് ബ്ലഡ് എടുക്കും. ഈ 2 അവർ കഴിഞ്ഞ് അവരുടെ ബ്ലഡ് എടുക്കുമ്പോൾ 140 കൂടുതലാണെങ്കിലാണ് നമ്മൾ അവരെ ഡയബറ്റിസ് എന്ന് വരുത്തുന്നത്. അപ്പം ഈ ഫാസ്റ്റിങ്ങും PPBSും നമ്മൾ വൺസ് GCT സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഡയബറ്റിസിൽ ഉണ്ടോ എന്ന് അറിയാനാലും അതോ മരുന്നെടുക്കുന്നവരെ അതിൽ കൺട്രോൾഡ് ആകുന്നുണ്ടോ എന്ന് അറിയാനായിട്ടാണ് ഫാസ്റ്റിംഗ് PPBS നോക്കുന്നത്. PPBS ശരിക്കും നമ്മൾ നോക്കുന്നത് ഫുഡ് കഴിച്ച 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നോക്കുന്നത്. PPBSന്റെ വാല്യൂ 120 താഴെ നിൽക്കുന്നതാണ് നോർമൽ. ഡോക്ടർ, ഗർഭാവസ്ഥയിൽ ഏത് സമയത്തായിരിക്കും ഈ ഒരു ടെസ്റ്റ് എടുക്കേണ്ടത്? കാരണം തുടക്ക സമയത്ത് തന്നെ ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ അങ്ങനെ എടുക്കേണ്ടതാണോ, അതോ കണ്ടിന്യൂ ചെയ്ത് പോവേണ്ടതുണ്ടോ? ഓരോ ഇത്ര മാസം കഴിയുമ്പോൾ ഇത് വീണ്ടും ഈ ടെസ്റ്റ് എടുക്കേണ്ടതായിട്ടുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ ഇന്ത്യൻ എന്ന് പറയുന്നത് തന്നെ ഒരു ഡയബറ്റിക് ക്യാപിറ്റൽ ആണ്. അപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ 24 to 28 വീക്സ് നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ 24 to 28 വീക്സിലായിരുന്നു ഈ ഗ്ലൂക്കോസ് ചാലഞ്ച് ടെസ്റ്റ് ചെയ്യുന്നത്, സ്ക്രീൻ ചെയ്യുന്നത്. അത് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ യൂണിവേഴ്സൽ സ്ക്രീനിങ്. പുറത്തെ രാജ്യത്തൊക്കെ ഈ GDM റേറ്റ് കുറവായതുകൊണ്ട് നമ്മൾ അങ്ങനെ നോക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം നമ്മളുടെ ഡയബറ്റിക് ചാൻസ് ഭയങ്കര കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് അതായത് ആദ്യത്തെ 3 മാസം, രണ്ടാമത്തെ 3 മാസം, മൂന്നാമത്തെ 3 മാസം, ഈ 3 ട്രൈമസ്റ്ററിലും നമ്മൾ ഗ്ലൂക്കോസ് ചാലഞ്ച് ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഡോക്ടർ, ഗർഭകാല പ്രമേഹത്തിന്റെ ലക്ഷണങ്ങളെക്കുറിച്ച് ഒന്ന് വിശദമാക്കാമോ? എന്തെല്ലാം സൂചനകളാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്? ഈ പ്രഗ്നൻസി ഗർഭകാല പ്രമേഹം അഥവാ GDM എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ചില പേഷ്യൻസിനൊന്നും പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും ഉണ്ടാകൂല. അവർ നമ്മുടെ വിസിറ്റിൽ, ആന്റിനൈറ്റൽ വിസിറ്റിൽ, അതായത് നമ്മളെ കാണാൻ വരുമ്പോൾ നമ്മൾ ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് പല പേഷ്യൻസിനെയും നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇവർക്ക് ഷുഗർ ഉണ്ട് അല്ലേ ഇല്ലെന്ന്. ഇത് ഗർഭകാലത്ത് വന്ന ഷുഗറും ആകാം, പ്രീ എക്സിസ്റ്റിംഗ് ആകാം, ഇവർ നേരത്തെ ചെയ്തിട്ടുണ്ടാവത്തില്ല. അതുകൊണ്ട് കണ്ടുപിടിക്കാത്തതാണോ? ഇപ്പൊ ആദ്യത്തെ 3 മാസങ്ങളിൽ നമ്മുടെ അടുത്ത് വരുമ്പോൾ ഷുഗർ ടെസ്റ്റ് ഉണ്ട്, ടെസ്റ്റ് നോക്കുമ്പോൾ ഷുഗർ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മിക്കവാറും അവർക്കൊരു പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഉണ്ടാവും. അതിനാണ് നമ്മൾ ഈ HbA1cയും നോക്കുന്നത്. മിക്ക പേഷ്യൻസിലും നമ്മൾ വന്നു കഴിയുമ്പോഴാണ് അവർ ബ്ലഡ് ടെസ്റ്റിലാണ് ഇത് പിക്ക് ചെയ്തത്. പിന്നെ ചില പേഷ്യൻസിനെന്ന് പറഞ്ഞാൽ അവർക്ക് ഷുഗർ കൂടുമ്പോൾ കുട്ടിക്ക് ചുറ്റുമുള്ള ഫ്ലൂയിഡ്, അതായത് ആംനിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയും, ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡ് കൂടാറുണ്ട്. ആംനിയോട്ടിക് ഫ്ലൂയിഡിന് പോളിഹൈഡ്രാമിനോസ് എന്ന് പറയും നമ്മൾ കൂടുമ്പോൾ. ഈ പോളിഹൈഡ്രാമിനോസ് വരുമ്പോൾ അവർക്ക് അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ ഉണ്ടാകും. അവർക്ക് ഈ അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ കൊണ്ടുള്ള പ്രഷർ സിംറ്റംസ്, ബ്രെത്ത്ലെസ്നെസ്, ഇതൊക്കെ അവർക്ക് ഉണ്ടാകും. ഇതൊരു സിംറ്റമാണ് അവരിൽ നമ്മൾ കാണുന്നത്. പിന്നെ ചില പേഷ്യൻസിന് നമ്മുടെ അടുത്ത് വരുമ്പോൾ അവർക്ക് ഈ ഷുഗർ ഉള്ള പേഷ്യൻസിന് അവർക്കൊരു റെക്കറന്റ് ഇൻഫെക്ഷൻ ഉണ്ടാവും, അതായത് വജൈനൽ ഇൻഫെക്ഷൻ, വൾവൽ ഇൻഫെക്ഷൻ, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ അടുത്ത് പറയും അവർക്ക് ലേറ്റ് സ്റ്റേജ് ഓഫ് പ്രഗ്നൻസിയിൽ വന്നാൽ ഡിക്രീസ് ഫീറ്റൽ മൂവ്മെന്റ്, അതായത് കുട്ടിയുടെ അനക്കം അറിയുന്നില്ല, ഇങ്ങനെയൊക്കെ പല പല കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഓവർ ഡയബറ്റിസ്, അതായത് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഡയബറ്റിസ് ഉള്ള ആൾക്കാർക്ക് നമ്മൾ വേണ്ട രീതിയിൽ പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് ഒക്കെ കൊടുത്തില്ലെങ്കിൽ അവർക്ക് എൻഡ് ഓർഗൻ ഫെയിലർ, അതായത് കോംപ്ലിക്കേഷനിലേക്ക് അവർക്ക് പോകാം. അതായത് അവരുടെ കിഡ്നിനെ എഫക്ട് ചെയ്യാം, പിന്നെ അവരുടെ ഐസിനെ എഫക്ട് ചെയ്യാം, അവരുടെ ഹാർട്ട് ഡിസീസ്, ഇതൊക്കെ വരാം. പിന്നെ വേറൊരു കണ്ടീഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അൺകൺട്രോൾഡ് ഡയബറ്റിസ്, നമ്മൾ വേണ്ട രീതിയിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നില്ല, അവരുടെ ഷുഗർ മോർ ദാൻ 250 ഒക്കെ ആയ അവർക്കൊരു ഡയബറ്റിക് കീറ്റോസിസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനിലേക്ക് പോകാം. അതായത് കീറ്റോൺ ബോഡീസ് ഉണ്ടാവും. അത് ശരിക്കും പറഞ്ഞാൽ ഒരു സിവിയർ കണ്ടീഷനാണ്, ദാറ്റ്സ് എ ഡെഡ്ലി കണ്ടീഷൻ. ഡോക്ടർ, ഡോക്ടർ ഇപ്പോൾ പറഞ്ഞല്ലോ ഇത്തരത്തിലുള്ള സങ്കീർണതകൾ ഉണ്ടാവാനുള്ള വലിയൊരു സാധ്യത ഗർഭകാല പ്രമേഹത്തിനുണ്ടെന്ന്. പലപ്പോഴും ഈ ഗർഭിണിയായിരിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണങ്ങൾ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും അത് ധാരാളം കൊടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ പ്രമേഹം വരുമ്പോൾ ഇതിനെല്ലാം ഒരു നിയന്ത്രണം വേണ്ടി വരില്ലേ? പല ഫ്രൂട്ട്സും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് അതിനെ നമ്മൾ ഭക്ഷണ കാര്യങ്ങളിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പ്രമേഹമുള്ള ഗർഭിണികളും ഗർഭിണിയാകാൻ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ മെയിൻ നമ്മുടെ ഫാക്ടർ എന്ന് പറയുന്നത് അവരുടെ ഡയറ്റ് ചേഞ്ചിങ് ആണ്, ഡയറ്ററി ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മെയിനായിട്ട് വരുന്നത്. അതായത് ഡയറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പ്രഗ്നൻസിക്ക് മുന്നോടിയൊക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവർക്കൊരു 3 മീൽസ്
3 സ്നാക്സ് റെജീമാണ് നമ്മൾ പറയുന്നത്. അതായത് 3 മേജർ മീലും 3 സ്നാക്സും. അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം നമ്മൾ അവർക്ക് സ്പ്ലിറ്റ് ചെയ്താണ് കൊടുക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു ഗ്ലൂക്കോസ് ലെവൽ ബോഡിയിൽ കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവർക്ക് കാർബോഹൈഡ്രേറ്റ് ഒരു 40% ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം വേണ്ട കാലറിയുടെ. പ്രോട്ടീൻസ് ഒരു 20-30% കൊടുക്കാം. ബാക്കി ഫാറ്റ് ഒരു 40% കൊടുക്കാം. അതായത് ഇങ്ങനെ നോക്കണേ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് ഒരു 10-12% കാലോറി, വേണ്ടതിന്റെ 10-12% കൊടുക്കാം. പിന്നെ അവർക്ക് വേണ്ട ഡിന്നർ 28% കാലറി കൊടുക്കാം, ലഞ്ച് 28% കാലറി കൊടുക്കാം. പിന്നെ ഈ സ്നാക്സ് ഞാൻ പറഞ്ഞത് 3 സ്നാക്സ് അല്ലേ, ആ സ്നാക്സ് ഒരു 10% കാലറി കൊടുക്കാം. ഇതാണ് ശരിക്കും അവർക്ക് പറഞ്ഞാൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കുക, ഹൈ കലോറിക് ഇൻഡെക്സ് ഉള്ള ഫുഡ് ഐറ്റംസ് കുറയ്ക്കുക. ഇതാണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് പ്രഗ്നൻസിയിൽ നല്ല ആഹാര രീതി. ഡോക്ടർ, ഈ ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യത്തെ ഈ ഒരു ഗർഭകാല പ്രമേഹം ഗുരുതരമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ ബാധിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ? നമ്മൾ ഗർഭസ്ഥ ശിശു എന്ന് പറഞ്ഞാൽ നമ്മളുടെ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ തൊട്ട് ഈവൻ ആ കുട്ടിയുടെ ഫ്യൂച്ചർ, ആ കുട്ടിയിലും ആ കുട്ടിയുടെ അടുത്ത ജനറേഷനിലും മദറിന് പ്രഗ്നൻസിയിൽ ഷുഗർ ഉണ്ടെങ്കിൽ അഫക്റ്റ് ചെയ്യാം എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ കോംപ്ലിക്കേഷൻസ് നമുക്ക് 3ആയിട്ട് തിരിക്കാം. മറ്റേണൽ കോംപ്ലിക്കേഷൻസ് ആകാം, ഫീറ്റൽ കോംപ്ലിക്കേഷൻസ് ആകാം, നിയോനേറ്റൽ കോംപ്ലിക്കേഷൻസ് ആകാം. ഈ മറ്റേണൽ കോംപ്ലിക്കേഷൻസ് എന്ന് നമ്മൾ പറയുമ്പോൾ അവർക്ക് നമ്മൾക്ക് മദറിന് വരുന്ന കോംപ്ലിക്കേഷൻസ്, അതായത് മദറിന് കൂടുതലായിട്ട് പോളിഹൈഡ്രാമിനോസ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, പോളിഹൈഡ്രാമിനോസ് വരാം. അപ്പൊ അവർക്ക് പ്രഷർ സിംറ്റംസ് കൊണ്ടുള്ള അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ ഉണ്ടാകും. പിന്നെ റെക്കറന്റ് വജൈന, വൾവ, ഇതിലൊക്കെ ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കാം. കുട്ടിയുടെ വെയിറ്റ് കൂടാം. കുട്ടിയുടെ വെയിറ്റ് കൂടി കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മദറിന് ഡിസ്കംഫർട്ട് ഉണ്ടാകാം, ഡെലിവറി ബുദ്ധിമുട്ടാകാം. അന്നേരം അങ്ങനെയുള്ളവരിൽ സിസേറിയനിൽ ചാൻസ് കൂടാം. സിസേറിയൻ വന്നു കഴിയുമ്പോൾ അനസ്തീഷ്യയുടെയും സിസേറിയന്റെയും കോംപ്ലിക്കേഷൻസ് വരാം, അവരുടെ വൂണ്ട് ഇൻഫെക്ഷൻസ് വരാം. ഇതൊക്കെ മദറിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ആണ്. ഫീറ്റസിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് പറഞ്ഞാൽ മാക്രോസോമിയ, നമ്മൾ പറഞ്ഞു കുട്ടിയുടെ വെയിറ്റ് കൂടുതലായിരിക്കും. മാക്രോസോമിയ എന്ന് പറയുന്നത് നമ്മൾ ഈ 4 kg കൂടുതൽ വരുന്ന കുട്ടികളെയാണ് മാക്രോസോമിയ എന്ന് പറയുന്നത്. മാക്രോസോമിയ വന്നു കഴിയുമ്പോൾ ഇത് പറഞ്ഞ പോലെ അവരുടെ ഡെലിവറി ഡിഫിക്കൽട്ട് ആയിരിക്കാം. ആ ഡെലിവറി പ്രോസസ്സിൽ അവരുടെ ഹാർട്ട് ബീറ്റ് നിലയ്ക്കാം. അതിനായി സ്റ്റിൽ ബർത്ത് എന്ന് പറയും. വയറ്റിനകത്ത് കിടക്കുമ്പോൾ തന്നെ, അമ്മയുടെ യൂട്രസിനുള്ളിൽ കിടക്കുമ്പോൾ തന്നെ അവരുടെ ഹാർട്ട് ബീറ്റ് കുറയാം. അതിന് ഇൻട്രയൂട്രൈൻ ഡെത്ത് എന്ന് പറയും. പിന്നെ റെക്കറന്റ് ആയിട്ട് അബോർഷൻസ് ഉണ്ടാകാം. പിന്നെ മിസ്കാരേജ്, ഹാർട്ട് ബീറ്റ് കുറയാം, മിസ്കാരേജസ് ഉണ്ടാകാം. പിന്നെ അവർ ഈ പ്രോസസ്സിലൂടെ ഇറങ്ങി വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ബർത്ത് ഇഞ്ചുറീസ് എന്ന് പറയും. അതായത് ഈ ഇങ്ങനെയുള്ള കുട്ടികളിൽ ശരിക്കും പറഞ്ഞാൽ ഷോൾഡറിന്റെ ഫാറ്റ്, അബ്ഡോമിനൽ സർക്കംഫറൻസ് ഒക്കെ കുറച്ച് കൂടുതലായിരിക്കും. അപ്പം അങ്ങനെ ഇറങ്ങി വരുമ്പോൾ തന്നെ അവർക്ക് പല പല ബർത്ത് ഇഞ്ചുറീസ് വരാം. അതിലൊരു ഇഞ്ചുറിയാണ് കുട്ടിയുടെ ക്ലാവിക്കിളിന്റെ അടുത്തുള്ള നെർവ്സ് പോകുന്നത്. അതിന് നമ്മൾ എബ്സ് പാൾസി എന്നൊക്കെ പറയും. അതൊക്കെ വരാം. പിന്നെ ഈ കുട്ടി, അതായത് ഈ ഫീറ്റസ്, അതായത് നിയോനേറ്റ്, അതായത് ഉണ്ടാകുന്ന കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ ഈ ഷുഗർ കൂടി നിന്നുണ്ടാകുന്ന പ്രോബ്ലംസ് ഒക്കെ വരാം. അവർക്ക് പെട്ടെന്ന് നമ്മളുടെ അമ്മയുടെ ഷുഗർ, നമ്മളുടെ അംബിലിക്കൽ കോഡ് നമ്മൾ ക്ലാമ്പ് ചെയ്യുമ്പം അമ്മയിൽ നിന്നുള്ള ഗ്ലൂക്കോസ് കട്ട് ഡൗൺ ചെയ്യുമല്ലോ, നമ്മൾ പിന്നെ അമ്മയിൽ നിന്നുള്ള ഗ്ലൂക്കോസ് കിട്ടുന്നില്ല. അങ്ങനെയുള്ള കുട്ടികളിലെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞെങ്കിൽ അവർക്ക് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയും. അവരുടെ ബോഡിയിലെ ഷുഗർ കുറയും. അത് നമ്മൾ ആഡിക്കേറ്റ് ആയിട്ട് കണ്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര ഒരു ഡെല്ലി കോംപ്ലിക്കേഷൻ ആണ്. ബേബിയിൽ ലെസ് 40 mg നമ്മൾ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത്. അതുപോലെ കാൽഷ്യം ലെവൽ കുറയാം ബേബിയുടെ. അതുപോലെ തന്നെ ബേബിയുടെ ഈ ഹൈപ്പോക്സിയ കൊണ്ട് ബേബിക്ക് പിന്നെ അവരുടെ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ ഒക്കെ കൂടാം. അതൊക്കെ നമുക്ക് പോളിസൈത്തീമിയ എന്ന് പറയും. പിന്നെ ഈവൻ കുട്ടിക്ക് പല പല കൺജനിറ്റൽ അനോമലീസ് നമ്മൾ മെയിൻ പ്രോബ്ലം ആണ്. അതിനാണ് നമ്മൾ പറയുന്നത് ഷുഡ് ബി എ പ്ലാൻ പ്രഗ്നൻസി പ്ലാൻ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഷുഗർ കൺട്രോളിലെ ബേബീസ് കൺജനിറ്റൽ അനോമലീസ് വരാം. അതാണ് നമ്മളുടെ ഡയബറ്റിസിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതുകൊണ്ട് നമ്മൾ ഈ ഡയബറ്റിക്സ് ആൾക്കാർ പ്രഗ്നൻസി ആകുമ്പോൾ അവർ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവരുടെ ഷുഗർ കൺട്രോൾ ചെയ്യുക പക്കായിട്ട്. പിന്നെ നമ്മൾ വൺസ് പ്രഗ്നൻസി ആയി കഴിഞ്ഞാൽ അവരുടെ മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ND സ്കാൻ എന്ന് പറയും. ND സ്കാൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ 3-ാം മാസത്തിലെ സ്കാനിങ് ആണ്, കുട്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയാനായിട്ട്. പിന്നെ 5-ാം മാസത്തിലെ സ്കാനിങ് ഉണ്ട്, കുട്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് അറിയാനുള്ള സ്കാനിങ്, അതിന് അനോമലി സ്കാൻ എന്ന് പറയും. ഇതൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ ചില കേസസ് എന്ന് പറഞ്ഞാൽ ഡയബറ്റിസ് ഉണ്ടെങ്കിൽ കുറച്ചൊരു വാസ്കുലോപ്പതി ഉണ്ടാവും അമ്മയിൽ കുറച്ചൊരു വാസ്കുലോപ്പതി ഉണ്ടായിട്ട് ആ കുട്ടികളിലെ ഗ്രോത്ത്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ പ്രഗ്നൻസിയിൽ ഡയബറ്റിസിൽ മാക്രോസോമിയാണ്, അതായത് കുട്ടിയുടെ വെയിറ്റ് കൂടുന്നു. പക്ഷെ ഇങ്ങനെയുള്ള കുട്ടികളിൽ ഗ്രോത്ത് റിട്ടാർഡേഷനും ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഡോക്ടർ,
ചുരുക്കത്തിൽ ഈ ഒരു ഗർഭകാലത്തെ പ്രമേഹം പൂർണ്ണമായിട്ടും അമ്മയും കുഞ്ഞിനെയും ഗുരുതരമായി ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ ചില കുട്ടികൾക്ക് ജനനസമയത്ത് തന്നെ അവർ ഒരു ഷുഗർ പേഷ്യൻ്റായി കാണുന്ന അങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഗർഭകാല പ്രമേഹത്തിൽ ഉള്ള അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കാണോ ഈ ജനനസമയം മുതൽ തന്നെ ഷുഗർ ഉണ്ടാവാറ്? അങ്ങനൊരു സാധ്യതയുണ്ടോ? ഇല്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റൂല. ഗർഭകാലത്തുണ്ടാകുന്ന പ്രമേഹം അമ്മയ്ക്കുണ്ടെങ്കിൽ കുട്ടിക്ക് ഷുഗർ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റൂല. അതൊക്കെ അവരുടെ ഈ ടൈപ്പ് 1 ഡയബറ്റീസ് അങ്ങനെയൊക്കെ പറയുന്നത് അവരുടെ ജീൻസിൻ്റെതായിരിക്കും. അല്ലാതെ ഇറ്റ് ഈസ് നോട്ട് റിലേറ്റഡ്, അമ്മയുടെ പ്രമേഹവുമായിട്ട് റിലേറ്റഡ് ആയിരിക്കത്തില്ല. പിന്നെ നമ്മൾ ഈ അമ്മയുടെ പ്രമേഹം GDM, അതായത് പ്രഗ്നൻസിയിൽ വരുന്നത്, നമ്മൾ ഡെലിവറി കഴിഞ്ഞ ഉടനെ മിക്കവാറും ആൾക്കാരിൽ അത് നോർമലായിട്ട് കാണാറുണ്ട്. അമ്മയ്ക്ക് പ്രഗ്നൻസിയിൽ പ്രമേഹം ഉണ്ടെന്ന് പറഞ്ഞ് ഒരിക്കലും കുട്ടിക്ക് ഉടനെ പ്രമേഹം വരൂല. അമ്മയ്ക്ക് പ്രഗ്നൻസിയിൽ പ്രമേഹം ഉണ്ടെങ്കിൽ ലോങ് ടേമിൽ ആ കുട്ടിക്ക് അതിൻ്റെ ഗേൾ ആണെങ്കിലും അതിൻ്റെ പ്രഗ്നൻസിയിലും അതിൻ്റെ ലോങ് ടേമിൽ ആ കുട്ടിക്ക് ഡയബറ്റിസ് വരാം, ആ കുട്ടിക്ക് ഒബീസിറ്റി വരാം. അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ അമ്മയിൽ പ്രമേഹം ഉണ്ട് എന്ന് പറഞ്ഞ് കുട്ടിക്ക് ഉടനെ പ്രമേഹം വരണം എന്നില്ല. ഓക്കെ ഡോക്ടർ. നമ്മൾ പറഞ്ഞു വന്നത് ഈ ഒരു ഗർഭകാലത്തെ പ്രമേഹം അമ്മയും കുഞ്ഞിനെയും ബാധിക്കുന്നതിൻ്റെ വ്യത്യസ്തമായ കാരണങ്ങളെക്കുറിച്ചാണ്. നിലവിൽ ഇപ്പോഴുള്ള അതിൻ്റെ ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചൊന്ന് വിശദമാക്കാമോ? ഞാൻ പറഞ്ഞു, നമ്മൾക്ക് ഡയറ്ററി മോഡിഫിക്കേഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എക്സസൈസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ അഡ്വൈസ് ചെയ്യുന്ന 30 മിനിറ്റ്സ് വാക്ക് ആഫ്റ്റർ എവറി മീൽ. ഓരോ മീൽസ് കഴിഞ്ഞിട്ടും വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ചികിത്സാ രീതികളെ കുറിച്ച് പറയുമ്പോൾ മെഡിക്കൽ ന്യൂട്രീഷൻ തെറപ്പിയാണ് നമ്മൾ പേഷ്യൻ്റ് വന്നു, സ്ക്രീൻ ചെയ്തു, ഷുഗർ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മെഡിക്കൽ ന്യൂട്രീഷൻ തെറാപ്പിയാണ് നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യുന്നത്. മെഡിക്കൽ ന്യൂട്രീഷൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഡയറ്റ് കൺട്രോൾ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, 40% കാർബോഹൈഡ്രേറ്റ്സ്, 40% ഫാറ്റ് ആൻഡ് 10 to 20% പ്രോട്ടീൻസ്. ഇതായിരിക്കും നമ്മൾ അവരിൽ ഇത് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളൊരു 1 to 2 വീക്സ് വെയിറ്റ് ചെയ്തിട്ട് അവർക്ക് ഷുഗർ ഉണ്ടെങ്കിൽ അവർക്ക് അടുത്ത സ്റ്റെപ്പ് ട്രീറ്റ്മെന്റിലേക്ക് പോകും. അടുത്ത സ്റ്റെപ്പ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഓറൽ ഹൈപ്പോഗ്ലൈസീമിക് ഏജൻസ് ആണ്. അതായത് മെറ്റ്ഫോമിനാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പം മെറ്റ്ഫോമിൻ നമ്മൾ ആദ്യം ഒരു ലോ ഡോസിൽ സ്റ്റാർട്ട് ചെയ്യും. അത് ദിവസം 1 or 2, അത് ഡിപ്പെൻഡിങ് ഓൺ ആ പേഷ്യന്റ് നമ്മൾ ഷുഗർ നോക്കിയിട്ട്. ഡയബറ്റിസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റ് ആണ് ഞാൻ പറഞ്ഞ GCT ടെസ്റ്റ്. ഡയബറ്റിസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ പിന്നെ നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, അതായത് ഒരു 8 hours ഓവർനൈറ്റ് ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കാലത്ത് ബ്ലഡ് എടുക്കും. ആ ബ്ലഡ് പ്രഗ്നൻസിയിൽ ശരിക്കും പറഞ്ഞാൽ 90 താഴെയാണ് നോർമൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. അതുപോലെ തന്നെ ഫുഡ് കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് PPBS നോക്കും, അത് 120 താഴെ ആയിരിക്കണം. അപ്പൊ ഈ ലെവലിൽ നമ്മൾ നമ്മുടെ മെഡിക്കൽ ന്യൂട്രീഷൻ തെറാപ്പി, അതായത് MNT കൊടുത്തിട്ട് 1 to 2 വീക്സിൽ പേഷ്യന്റിന് ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞ മെറ്റ്ഫോമിൻ സ്റ്റാർട്ട് ചെയ്യും. മെറ്റ്ഫോമിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ വീണ്ടും വി വിൽ വെയിറ്റ് ഫോർ 1 or 2 വീക്സ്. അതായത് ഭയങ്കര ഹൈ ഷുഗർ ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഇൻസുലിനിലേക്ക് പോകും. ഇല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് അതിലും കൺട്രോൾഡ് ആകുന്നുണ്ടെങ്കിൽ നമ്മൾ മെറ്റ്ഫോമിൻ ആ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യും. മാക്സിമം നമ്മൾ പറയുന്നത് നമുക്കൊരു 2 gram മെറ്റ്ഫോമിൻ വരെ കൊടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് പെർ ഡേ. എന്നിട്ട് നമ്മൾ വീണ്ടും ഈ പേഷ്യന്റിനെ മെറ്റ്ഫോമിനിൽ കൺട്രോളായാൽ നമ്മൾ വീണ്ടും ഈ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ 7 times ഷുഗർ ഡെയിലി നോക്കുന്ന മെത്തേഡ് ഉണ്ട്. അതുപോലെ തന്നെ 4 times നോക്കുന്ന മെത്തേഡ് ഉണ്ട്. അതായത് ഫാസ്റ്റിംഗ് നോക്കും, ബിഫോർ ഈച്ച് മീൽ നോക്കും, ചിലർ 2 hours ആഫ്റ്റർ ഈച്ച് മീൽ നോക്കും, ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റും ആഫ്റ്റർ ലഞ്ചും ആഫ്റ്റർ ഡിന്നറും. ഇങ്ങനെ അങ്ങ് നോക്കിയിട്ട് നമ്മൾ ഇൻസുലിൻ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യും. ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ഷോർട്ട് ആക്ടിങ്, ഇന്റർമീഡിയറ്റ് ആക്ടിങ്, ലോങ് ആക്ടിങ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ഇൻസുലിനുകളുണ്ട്. ഇൻസുലിൻ നമ്മൾ പ്രഗ്നൻസി പേഷ്യന്റ് കൊടുക്കുമ്പോൾ നമ്മൾ അവരെ അഡ്മിറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഡിപ്പെൻഡിങ് ഓൺ അവരുടെ ഷുഗർ മോണിറ്റർ ചെയ്തിട്ട് ഡോസ് ഇൻസുലിൻ കൂട്ടിക്കൊണ്ടിരിക്കും. മെയിനായിട്ട് നമ്മൾ അവർക്ക് ഷോർട്ട് ആക്ടിങ് ഇൻസുലിനും ഇന്റർമീഡിയറ്റ് ആക്ടിങ് ഇൻസുലിനും ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഇൻസുലിൻ നമ്മൾ ഇടുന്ന പേഷ്യന്റിൽ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഹൈപ്പോഗ്ലൈസീമിയ, അതായത് ഇവരുടെ ബോഡിയിൽ ഷുഗർ കുറയുന്ന ഒരു കണ്ടീഷൻസും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സീരിയസ് കാര്യം തന്നെയാണ്. അമ്മയുടെ ഷുഗർ കുറഞ്ഞു പോയാൽ കുട്ടിയെ അത് എഫക്റ്റ് ചെയ്യാം. അതുകൊണ്ട് നമ്മൾ ഇൻപേഷ്യൻ്റ് ആയിട്ടാണ് ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു ഇൻസുലിൻ പമ്പ് എന്ന് പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഇവരുടെ ബോഡിയിൽ സബ്ക്യൂട്ടേനിയസ് ഫാറ്റിൽ ഇൻസുലിൻ പമ്പ് വെക്കും. കണ്ടിന്യൂസ് ഇൻസുലിൻ ഡിപ്പെൻഡിങ് ഓൺ ദ പേഷ്യന്റ് നീഡ് അനുസരിച്ച് കൊടുത്തുകൊണ്ടേയിരിക്കും.
ഇതാണ് നമ്മൾ പ്രഗ്നൻസി കാറിൽ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസിൽ വരുന്ന കാര്യങ്ങൾ. മെയിനായിട്ട് ഈ കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ ഡോക്ടർ, നമുക്കറിയാം പലപ്പോഴും ഈ ഒരു ഗർഭാവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം മാനസികമായും ഒരു പിന്തുണ ആവശ്യമുള്ള സമയമാണ്. അപ്പം ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ഷുഗർ പോലെ അല്ലെങ്കിൽ പ്രമേഹം പോലുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആ ഒരു ഗർഭിണിക്ക് നൽകേണ്ട മാനസികമായ പിന്തുണയെക്കുറിച്ച് അതിനെക്കുറിച്ചുകൂടി ഒന്ന് വിശദമാക്കും. അത് എത്രത്തോളമായിരിക്കും ഈ ഗർഭിണിക്ക് സഹായകരമാകുന്നത്? ഗർഭിണിക്ക് ശരിക്കും പറഞ്ഞാൽ മാനസിക പിന്തുണ ഭയങ്കര ആവശ്യമാണ്. അവർ നമ്മൾ പറഞ്ഞ പോലെ അവർ നേരത്തെ എടുത്തിരുന്ന ഡയറ്റിൽ നിന്നൊക്കെ മാറിയിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞ പോലെ സ്ട്രിക്റ്റ് കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക, അങ്ങനെ ഒരു ഡയറ്റിലേക്ക് വരും. പിന്നെ അവരുടെ ഈ ബേബിയെ മോണിറ്ററിങ്, പിന്നെ ഹോസ്പിറ്റൽ അഡ്മിഷൻ, മെഡിസിൻസ്, ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഈ ഗർഭിണിക്ക്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കൗൺസിലിംഗ് അവരുടെ വീട്ടിലെ ലെവലിൽ നിന്ന് തന്നെ കിട്ടണം. അവരുടെ ഹസ്ബൻഡ് ആണെങ്കിലും അവരുടെ പാരൻസ് ആണെങ്കിലും അവർക്കൊരു സപ്പോർട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ നമ്മൾ ഡോക്ടേഴ്സ് ആസ് എച്ച്, നമ്മുടെ സ്റ്റാഫ് ആസ് എച്ച് എല്ലാം നമുക്ക് ഇവർക്ക് നല്ലൊരു സപ്പോർട്ട് കൊടുക്കും. ഈ ഒരു കൗൺസിലിംഗ് ടീമുണ്ട്, നമ്മുടെ ഒരു ഡയറ്റീഷ്യൻ ടീമുണ്ട്. ഇവരൊക്കെ എല്ലാ ദിവസവും നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്താലും അവരെ വന്ന് കാണും, ഇൻ പേഷ്യൻസിനെ. ഈവൻ ഡയറ്റീഷ്യൻസിനെയും ഈ സൈക്കോളജിസ്റ്റിനെയും അവർക്ക് ഔട്ട് പേഷ്യൻ്റ് ആണെങ്കിലും അവർക്ക് പോയി കാണാം. ഇവർക്കൊരു ഡയറ്റ് ചാർട്ട് കൊടുക്കും. ഇതൊക്കെ നമ്മൾ ഹോസ്പിറ്റൽസിൽ മാനസികമായിട്ടുള്ള പിരിമുറുക്കം അവർക്ക് ഒത്തിരി ഉണ്ടാവും. അവർക്ക് ഒരു സൈക്കോളജി കൗൺസിലിംഗ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക് കൊടുക്കുന്ന കാര്യത്തിൽ. ഡോക്ടർ, ഈ ഒരു പറഞ്ഞതെല്ലാം നമുക്കറിയാം. കാരണം പ്രത്യേകിച്ചും ഈ ഒരു മാനസികമായ പിന്തുണ അവർക്ക് വളരെ അത്യാവശ്യമാകുന്നതിൻ്റെ ഒരു ഘടകം ഒരു പക്ഷേ പ്രമേഹം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിലും അത് ഒരിക്കലും ചികിത്സിച്ച് ഭേദമാക്കാത്ത ഒന്ന്, അല്ലെങ്കിൽ നിയന്ത്രിച്ചു കൊണ്ടുപോകാം, പൂർണ്ണമായും ഭേദമാക്കാനാവില്ല എന്നൊരു ചിന്ത നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുമല്ലോ. ഈ ഗർഭകാല പ്രമേഹത്തിൻ്റെ അവസ്ഥയും അതുതന്നെയാണോ? പൂർണ്ണമായും ഇത് ചികിത്സിച്ച് നിർത്താൻ, ഭേദമാക്കാൻ, കൺട്രോളാക്കാൻ പറ്റുമോ? അതോ നമ്മളിത് പിന്നീടും കണ്ടിന്യൂ ചെയ്ത് പോവേണ്ടി വരുമോ? ഈ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഗർഭകാല പ്രമേഹം എന്ന് പറയുന്നത് നമ്മൾ പ്രഗ്നൻസിയിൽ വരുന്ന പ്രമേഹമാകാം. പിന്നെ ഇവർക്കൊരു പ്രീ എക്സിസ്റ്റിംഗ് പ്രമേഹം ഉണ്ടായിരിക്കാം, ഇവർ ശ്രദ്ധിക്കാതെ അത് ഡയഗ്നോസ് ചെയ്യാത്തതാകാം. പക്ഷെ ഈ പ്രഗ്നൻസിയിൽ വരുന്ന പ്രമേഹം, അതായത് GDM എന്ന് പറയുന്നത്, നമ്മൾക്ക് ആ പ്രഗ്നൻസി സമയത്ത് മാത്രമേ മിക്കവാറും കാണാറുള്ളൂ. നമ്മൾ എല്ലാ പേഷ്യൻസിനും ഡെലിവറിയോ സിസേറിയനോ കഴിഞ്ഞ് 3rd ഡേ നോക്കുമ്പോൾ ഇറ്റ് വിൽ റിവേർട്ട് ബാക്ക് ടു നോർമൽ എന്ന് പറഞ്ഞാൽ നോർമലിലേക്ക് പോകുന്നതായിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരിൽ 3rd ഡേ നമ്മളൊരു ഫാസ്റ്റിംഗ് PPBS നോക്കുമ്പോൾ അത് നോർമലായിട്ടാണ് അവരിൽ കാണുന്നത്. പക്ഷെ വേറൊരു കാര്യം, ഈ ഗർഭകാലത്തുള്ള പ്രമേഹമുള്ളവർ, അതായത് GDM ഉള്ളവർ, ഒരു 10 to 20 ഇയേഴ്സിൽ അവരുടെ ഡയബറ്റിക് പേഷ്യൻസ് ആകുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ അവർക്ക് അടുത്ത പ്രഗ്നൻസിയിലും ഷുഗർ വരാം. 10 to 20 ഇയേഴ്സിൽ അവരൊരു ഡയബറ്റിക് പേഷ്യൻസ് ആകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അന്നേരം അത് നോർമലായാലും ഗ്രാജുവലി അവർക്ക് ഒരു ഡയബറ്റിസിലേക്ക് അവർ പോകാം. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത്, ഈ ഗർഭകാലത്ത് വരുന്ന ഗർഭിണികൾ, GDM ഉണ്ടാകുന്ന ആൾക്കാർ, പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇവർ ഡെലിവറി കഴിഞ്ഞ് 4 to 6 വീക്സിൽ, ഈവൻ ഇഫ് 3rd ഡേ നമ്മൾ നോക്കുമ്പോൾ നോർമൽ ആണെങ്കിലും, നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 4 to 6 വീക്സിൽ വരുമ്പോൾ നമ്മൾ അവർക്ക് വേണമെങ്കിൽ ഒരു GCT ടെസ്റ്റ് അഡ്വൈസ് ചെയ്യാം. പിന്നെ അവർക്കൊരു ഇയർലി ബേസിസ് GCT ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് അവരോട് ഇതൊന്ന് മോണിറ്റർ ചെയ്യാൻ പറയുന്നത് നല്ലതായിരിക്കും. ഓക്കെ ഡോക്ടർ, ഗർഭകാല പ്രമേഹത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് വിശദമായി ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്നത്. നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് പത്തനംതിട്ട അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ PK ഷീബയാണ്. ഡോക്ടർ നന്ദി. ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.